ചില ആളുകൾക്ക് മറ്റുള്ളവരോട് തീരെ ലൈംഗിക ആകർഷണം തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന സ്ത്രീ, പുരുഷൻ എന്നീ ലേബലുകൾക്ക് സ്വന്തം വ്യക്തിത്വത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നത് എന്തുകൊണ്ടാകാം? ഇന്നത്തെ ഈയൊരു പ്രത്യേക പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇതൊരു തികച്ചും സുരക്ഷിതമായ ഇടമാണ്. അസെക്ഷുവാലിറ്റി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്നും നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വളരെ ശാന്തമായി, ലളിതമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ വ്യക്തിത്വം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമാണ്, അല്ലേ? ഈ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ. ശരി, തുറന്ന മനസ്സോടെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് കണ്ടറിയാം. നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വരുന്ന ഏറ്റവും സാധാരണമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ അസെക്ഷുവൽ ആകുക എന്ന് പറഞ്ഞാൽ? ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ എനിക്ക് ഇത്തരം വികാരങ്ങൾ ഇല്ലല്ലോ എന്നോർത്ത് സംശയം തോന്നുന്നവരോ അല്ലെങ്കിൽ വല്ലാത്തൊരൊറ്റപ്പെടൽ അനുഭവിക്കുന്നവരോ ആകാം നിങ്ങളിൽ ചിലർ. എന്നാൽ വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അതിലൊട്ടും വിഷമിക്കാനില്ല. അസെക്ഷുവൽ ആയിരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ വളരെ സ്വാഭാവികമായൊരവസ്ഥ മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. ഇതെന്താണെന്ന് വളരെ ലളിതമായി നമുക്ക് നോക്കാം. അസെക്ഷുവാലിറ്റി എന്നാൽ മറ്റുള്ളവരോട് വളരെ കുറഞ്ഞ ലൈംഗിക ആകർഷണം മാത്രം തോന്നുക, അല്ലെങ്കിൽ ഒട്ടും തന്നെ ലൈംഗിക ആകർഷണം തോന്നാതിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അത്രമാത്രമേ ഇതിനർത്ഥമുള്ളൂ കേട്ടോ. ഇതൊരു വ്യക്തിയുടെ തികച്ചും സ്വാഭാവികമായ ഒരു പ്രകൃതമാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല ആകർഷണം തോന്നുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർക്കിത് തീരെ അനുഭവപ്പെട്ടില്ലെന്ന് വരാം. അത് പൂർണ്ണമായും സാധാരണവും സ്വാഭാവികവുമാണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല. പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് തെറ്റിദ്ധാരണയുണ്ടാകുന്ന ഒരു കാര്യമാണിത്. ബ്രഹ്മചര്യം അഥവാ സെലിബസിയും അസെക്ഷുവാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. സെലിബസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ബോധപൂർവം ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനെടുക്കുന്ന ഒരു തീരുമാനമാണ്. അവർക്ക് ചിലപ്പോൾ ലൈംഗികാകർഷണം ഉണ്ടാകാം, പക്ഷേ സ്വന്തം വിശ്വാസങ്ങളോ താൽപ്പര്യങ്ങളോ കാരണം അവരത് ഒഴിവാക്കുന്നതാണ്. എന്നാൽ അസെക്ഷുവാലിറ്റി എന്നത് ഒരാളെടുക്കുന്ന ഒരു തീരുമാനമേ അല്ല. അതൊരു വ്യക്തിയുടെ അന്തർലീനമായ പ്രകൃതമാണ്. അവർ ജനിച്ചപ്പോഴേയുള്ള അവരുടെ സ്വന്തം സ്വഭാവമാണ്. അവർക്ക് സ്വാഭാവികമായി ലൈംഗികാകർഷണം തോന്നുന്നില്ല എന്നു മാത്രം. അസെക്ഷുവാലിറ്റി യഥാർത്ഥത്തിൽ എന്തല്ല എന്നുകൂടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇതൊരു മാനസികമോ ശാരീരികമോയ അസുഖമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ ചികിത്സയുടെയും ആവശ്യവുമില്ല. ഇതൊരു പേടിയല്ല. പ്രായം കൊണ്ടോ അസുഖം കൊണ്ടോ പെട്ടെന്ന് ലൈംഗിക താൽപ്പര്യം നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല. അതുമല്ലെങ്കിൽ ഇതൊരു താൽക്കാലികമായ മാറ്റവുമല്ല. നിങ്ങളിൽ എന്തെങ്കിലും തകരാറുണ്ടെന്നും അത് ശരിയാക്കേണ്ടതുണ്ടെന്നും ആരെങ്കിലും പറഞ്ഞാൽ അത് ദയവായി വിശ്വസിക്കരുത്. നിങ്ങളെ തിരുത്തേണ്ടതായോ മാറ്റേണ്ടതായോ യാതൊന്നുമില്ല. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനും തികച്ചും സ്വാഭാവികവുമാണ്. ഇനി നമുക്ക് മനുഷ്യർ തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇത് നമ്മളിൽ പലർക്കും വളരെ വ്യക്തിപരമായി അറിയാൻ താൽപ്പര്യമുള്ളൊരു കാര്യമാണല്ലേ? അസെക്ഷുവലായ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പ്രണയം തോന്നുമോ? അവർക്ക് മറ്റൊരാളുമായി ആഴത്തിലുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ? നമുക്കിതിന്റെ ഉത്തരമൊന്ന് നോക്കാം. തീർച്ചയായും കഴിയും. വൈകാരികമായ അടുപ്പത്തിനും പ്രണയത്തിനും ലൈംഗിക ആകർഷണം ഒരിക്കലും നിർബന്ധമില്ല. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസെക്ഷുവലായ ആളുകൾക്കും വളരെ മനോഹരവും ആഴമേറിയതുമായ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും ഒരു വലിയ കുടുംബം കെട്ടിപ്പടുക്കാനും സാധിക്കും. അവർക്കും എല്ലാവരെയും പോലെ വൈകാരികമായ ആവശ്യങ്ങളുണ്ട്. കാരണം പ്രണയവും ലൈംഗികതയും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ഹൃദയം അറിഞ്ഞാൽ മാത്രം മതിയാകും. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ നിർബന്ധമായും അറിയേണ്ടതുണ്ട്. അതായത് സെൻഷ്വൽ കണക്ഷനും സെക്ഷൽ അട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. വൈകാരികവും ശാരീരികവുമായ സാമീപ്യം ആസ്വദിക്കുക എന്നത് ലൈംഗികതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണത്തിന്, സ്നേഹത്തോടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതോ കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുന്നതോ ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിക്കുന്നതോ ഒക്കെ ഒരാൾക്ക് വളരെയധികം സന്തോഷം നൽകിയേക്കാം. അവിടെ ലൈംഗികമായ ഒരു താൽപ്പര്യം ഉണ്ടാകണമെന്നില്ല. അത്തരം സ്നേഹപ്രകടനങ്ങൾ അസെക്ഷുവലായവർക്കും വളരെ പ്രിയപ്പെട്ടതും വലിയ ആശ്വാസം നൽകുന്നതുമായിരിക്കും. പലരുടെയും ഉള്ളിലെ തോന്നലുകൾ ഏതാണ്ട് ഇപ്രകാരമാണ്: എന്നെക്കൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതിയിരുന്നു, എന്നാൽ ഞാൻ സ്നേഹം അനുഭവിക്കുന്നത് തികച്ചും മറ്റൊരു രീതിയിലാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. തങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് കരുതി വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ച പലർക്കും ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന തിരിച്ചറിവാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന രീതി മറ്റുള്ളവരിൽ നിന്ന് ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അത് പൂർണ്ണമായും ശരിയാണ്. നിങ്ങളുടെ സ്നേഹവും വികാരങ്ങളും ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മളിതുവരെ ശാരീരികമായ ആകർഷണങ്ങളെക്കുറിച്ചും നമ്മുടെ വികാരങ്ങളെക്കുറിച്ചും ഒക്കെയാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് മനുഷ്യന്റെ വളരെ ആഴത്തിലുള്ള മറ്റൊരനുഭവത്തിലേക്ക് കടക്കാം.
നമ്മുടെ മനസ്സിനുള്ളിലും ആത്മാവിലും നമ്മൾ ആരാണെന്ന് നമുക്കെങ്ങനെ തോന്നുന്നു എന്നതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. ജെൻഡർ ഐഡന്റിറ്റിയെക്കുറിച്ച് വളരെ തുറന്ന മനസ്സോടെ തന്നെ നമുക്കിനി സംസാരിക്കാം. വളരെ ലളിതമായ വാക്കുകളിൽ ചോദിച്ചാൽ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി അഥവാ ലിംഗവ്യക്തിത്വം? ഈ വാക്ക് നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിലോ മറ്റോ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. ഇത് മനസ്സിലാക്കാൻ ശരീരവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം. ബയോളജിക്കൽ സെക്സ് എന്നത് ജനിക്കുമ്പോൾ ഒരു ഡോക്ടർ കുഞ്ഞിന്റെ ശാരീരിക സവിശേഷതകൾ നോക്കി നിശ്ചയിക്കുന്നതാണ്. അതായത് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നത്. എന്നാൽ ജെൻഡർ ഐഡന്റിറ്റി എന്നത് അതല്ല. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതാണ്. ശരീരം എന്തുമാകട്ടെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഈ ഒരു കാര്യം വളരെ ശാന്തമായി ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക കേട്ടോ. ജെൻഡർ ഐഡന്റിറ്റി എന്നത് തികച്ചും വ്യക്തിപരമായ നിങ്ങളുടെ ഉള്ളിലെ ഒരു തോന്നലാണ്. അത് നിങ്ങൾ ഒരു പുരുഷനാണെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെന്നോ ഉള്ള തോന്നലാകാം. അതുമല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതാണെന്നോ, അതല്ല ഇത് രണ്ടുമല്ല തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വ്യക്തിത്വമാണെന്നോ ഉള്ള തോന്നലുമാകാം. ഇത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ ഒരു അനുഭവമാണ്, മറ്റൊരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ മറ്റൊരു സംശയം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നേക്കാം. എത്രതരം ജെൻഡർ ഐഡന്റിറ്റികളുണ്ട്? സ്ത്രീ, പുരുഷൻ എന്ന് രണ്ട് കോളങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ മനുഷ്യന്റെ വ്യക്തിത്വം? തീർച്ചയായും അല്ല. മനുഷ്യന്റെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം വൈവിധ്യമാർന്നതാണെന്ന് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ജെൻഡർ എന്നത് കേവലം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് മാത്രം വേർതിരിക്കാവുന്ന ഒന്നല്ല. അതൊരു വലിയ അതിമനോഹരമായ സ്പെക്ട്രമാണ്, അഥവാ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. വിദഗ്ധർ പറയുന്നത് പ്രകാരം 70-ലധികം വ്യത്യസ്തമായ രീതികളിൽ മനുഷ്യർ തങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യപ്രകൃതി എന്നത് വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. നമ്മളെ എല്ലാവരെയും കൃത്യമായ 2 കള്ളികളിലായി ഒതുക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ആ വിശാലമായ സ്പെക്ട്രത്തിലെ വളരെ സാധാരണയായ ചില ഐഡന്റിറ്റികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സിസ്ജെൻഡർ എന്നത് ജനിച്ചപ്പോൾ നിശ്ചയിക്കപ്പെട്ട ലിംഗവും സ്വന്തം വ്യക്തിത്വവും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. ട്രാൻസ്ജെൻഡർ എന്നത് ജനിച്ചപ്പോൾ നൽകിയ ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം വ്യക്തിത്വം അനുഭവപ്പെടുന്നതാണ്. നോൺ ബൈനറി എന്നാൽ സ്ത്രീ, പുരുഷൻ എന്ന ഈ 2 നിർവചനങ്ങൾക്ക് പുറത്തു നിൽക്കുന്നതാണ്. ഏജെൻഡർ എന്നത് ഒരു പ്രത്യേക ജെൻഡറും അനുഭവപ്പെടാത്ത അവസ്ഥയാണ്. ജെൻഡർ ഫ്ലൂയിഡ് എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചോ സമയത്തിനനുസരിച്ചോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഇവയെല്ലാം തന്നെ മനുഷ്യന്റെ വളരെ സ്വാഭാവികമായ അനുഭവങ്ങളാണ്. എന്തിനാണ് ചിലർ സമൂഹത്തിലെ പരമ്പരാഗതമായ ലേബലുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം അടയാളപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ആ ചോദ്യം തികച്ചും ന്യായമാണ്. സമൂഹം കാലങ്ങളായി കൽപ്പിച്ചു നൽകിയിട്ടുള്ള പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന ചട്ടക്കൂടുകൾ എല്ലാവരുടെയും ഉള്ളിലെ സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം. സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുക എന്നത് വളരെ വ്യക്തിപരമായ വൈകാരികമായ ഒരു യാത്രയാണ്. ഏത് അവസ്ഥയിലാണോ, ഏത് ലേബലിലാണോ നിങ്ങൾക്ക് ഏറ്റവും സമാധാനവും പൂർണ്ണതയും ലഭിക്കുന്നത്, അവിടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സമൂഹത്തിന്റെ പ്രതീക്ഷകളിൽ നിന്നും മാറി നടന്ന് നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന നിങ്ങളുടെ സ്വന്തം ഇടം കണ്ടെത്തുന്നത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമല്ല. അത് നിങ്ങളുടെ അവകാശമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും ചെറിയ ആശയക്കുഴപ്പങ്ങൾ തോന്നുന്നുണ്ടാകാം. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെ ആശയക്കുഴപ്പം തോന്നുന്നത് സ്വാഭാവികമാണോ? തീർച്ചയായും അതെ. നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ സംശയങ്ങൾ തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഈ വരികൾ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കൊരു ലേബൽ നൽകാൻ യാതൊരു തിടുക്കവുമില്ല. നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ അത് പൂർണ്ണമായും ശരിയാണ്. നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. എല്ലാ ഉത്തരങ്ങളും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് വാശി പിടിച്ച് നിങ്ങളെ തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നിങ്ങളോട് തന്നെ എപ്പോഴും കരുണ കാണിക്കുക. നമ്മളോട് തന്നെയും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ യാതൊരു മുൻവിധിയുമില്ലാതെ തുറന്ന മനസ്സോടെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ആരുടെയും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാതെ അവർ ആയിരിക്കാൻ അനുവദിക്കുമ്പോഴാണ് ഈ ലോകം കുറച്ചുകൂടി മനോഹരമാവുന്നത്. നിങ്ങളെത്തന്നെ കണ്ടെത്താനുള്ള ഈ യാത്രയിലെ
നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് എപ്പോഴും ഓർക്കുക കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹത്തോടെ കേൾക്കാനും ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഇന്ന് നമ്മൾ പങ്കുവെച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസവും പ്രയോജനവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും നമുക്ക് മുന്നോട്ടു പോകാം. ഒരുപാട് നന്ദി. ഒപ്പം അവസാനമായി നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഈ വൈവിധ്യങ്ങളെ എത്രത്തോളം സ്നേഹത്തോടെയും തുറന്ന മനസ്സോടെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ ഈ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു.